നമസ്കാരം. ടൈം മീഡിയയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും കഠിനമായ ഒരു വേനൽക്കാലത്തിലൂടെയാണ്. കേരളത്തിൽ പലയിടത്തും താപനില 40 ഡിഗ്രി സെൽഷ്യസ് ഇപ്പോൾ കടന്നു കഴിഞ്ഞു. പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥ, അകത്തിരുന്നാൽ സഹിക്കാൻ വയ്യാത്ത ചൂട്. പക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ഇത്തവണ ഇത്രയും നേരത്തെ ഇത്രയും കഠിനമായ ചൂട് നമുക്കെല്ലാവർക്കും അനുഭവപ്പെടുന്നത്? ഇത് വെറും ഒരു വേനൽക്കാലമല്ല, മറിച്ച് പസഫിക് സമുദ്രത്തിൽ രൂപം കൊണ്ട സൂപ്പർ എൽനിനോ എന്ന ഭീകരൻ നമ്മുടെ പടിവാതിക്കൽ എത്തിക്കഴിഞ്ഞു എന്നതിൻ്റെ സൂചനയാണ്. എന്താണ് ഈ സൂപ്പർ എൽനിനോ? ഇത് കേരളത്തെ എങ്ങനെയൊക്കെ ബാധിക്കും? നമുക്ക് അതൊന്ന് വിശദമായിട്ട് നോക്കാം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ കണക്കുകൾ പ്രകാരം പാലക്കാട് ജില്ലയിൽ താപനില 41.1 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിക്കഴിഞ്ഞു. തൃശ്ശൂരും കൊല്ലത്തും 40 ഡിഗ്രിക്ക് മുകളിലാണ് ചൂട്. പക്ഷേ യഥാർത്ഥ വില്ലൻ താപനില മാത്രമല്ല, മറിച്ച് താപസൂചിക അഥവാ ഹീറ്റ് ഇൻഡെക്സ് ആണ്. അന്തരീക്ഷത്തിലെ അമിതമായ ഈർപ്പം കാരണം നമുക്ക് അനുഭവപ്പെടുന്ന ചൂട് 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. നമ്മുടെ വിയർപ്പ് ബാഷ്പീകരിക്കാത്തതുകൊണ്ട് നമ്മുടെ ശരീരം തണുക്കുന്നില്ല. ഇത് വലിയൊരു ആരോഗ്യ പ്രശ്നത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. ഈ ഉഷ്ണതരംഗത്തിന് പിന്നിലെ ആഗോള വില്ലനാണ് സൂപ്പർ എൽനിനോ പ്രതിഭാസം. എന്താണ് സൂപ്പർ എൽനിനോ പ്രതിഭാസം? പസഫിക് സമുദ്രത്തിലെ ജലം സാധാരണയേക്കാൾ കൂടുതൽ ചൂടാകുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ എൽനിനോ എന്ന് വിളിക്കാറുള്ളത്. സാധാരണയായി പടിഞ്ഞാറോട്ട് വീശുന്ന കാറ്റുകൾ ദുർബലമാവുകയും സമുദ്രത്തിലെ ചൂടുവെള്ളം കിഴക്ക് ഭാഗത്തേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു. എന്നാൽ 2026 നമ്മൾ നേരിടുന്നത് ഇതല്ല. ഇത് വെറും ഒരു എൽനിനോ അല്ല, ഇതൊരു സൂപ്പർ എൽനിനോ ആണ്. അതായത് സമുദ്ര ഉപരിതല താപനില സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ വർദ്ധിക്കുന്ന അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കഴിഞ്ഞ 140 വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ ഒന്നാകാൻ സാധ്യതയുള്ള ഈ പ്രതിഭാസം ആഗോള അന്തരീക്ഷ ചംക്രമണത്തെയാണ് തകിടം മറിക്കുന്നത്. ഇത് ഇന്ത്യയിലെ മൺസൂണിനെ ദുർബലമാക്കുകയും വേനൽക്കാലത്തിൻ്റെ തീവ്രത കൂട്ടുകയും ചെയ്യുന്നു. പണ്ടൊരു ചൊല്ലുണ്ടല്ലോ, ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന്. അതുപോലെ സൂപ്പർ എൽനിനോയ്ക്കൊപ്പം ഇന്ത്യയുടെ മുകളിൽ ഇപ്പോൾ ഒരു ഹീറ്റ് ഡോം രൂപപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഈ ഹീറ്റ് ഡോം എന്നോ? അന്തരീക്ഷത്തിൻ്റെ മുകൾ പാളിയിലുള്ള ഉയർന്ന മർദ്ദം ചൂടുള്ള വായുവിനെ ഒരു പാത്രം വെച്ച് മൂടിയതുപോലെ താഴെ കുടുക്കി വെച്ചിരിക്കുകയാണ്. ഈ വായു താഴേക്ക് അമർത്തപ്പെടുമ്പോൾ അത് കൂടുതൽ ചൂടാകും. മേഘങ്ങളില്ലാത്ത തെളിഞ്ഞ ആകാശം കൂടിയാകുമ്പോൾ സൂര്യപ്രകാശം നേരിട്ട് ഭൂമിയിലേക്ക് പതിക്കുകയും ചൂട് ഒട്ടും പുറത്തു പോകാതെ തടയപ്പെടുകയും ചെയ്യുന്നു. ഇത്തവണ മെഡിറ്ററേനിയൻ ഭാഗത്തു നിന്ന് വരേണ്ട തണുത്ത കാറ്റുകളില്ലാത്തതും ഈ ഹീറ്റ് ഡോമിൻ്റെ ശക്തി അല്ലെങ്കിൽ തീവ്രത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സാഹചര്യം അതീവ ഗുരുതരമായതുകൊണ്ട് കേരള സർക്കാർ ഈ പ്രതിഭാസത്തെ ഒരു സംസ്ഥാന പ്രത്യേക ദുരന്തമായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു സെൽഫ് ലോക്ക്ഡൗൺ മാത്രമാണ്. നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രതിരോധവും അതുതന്നെയാണ്. അതായത് ഉച്ചയ്ക്ക് 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇവയൊക്കെയാണ്: ധാരാളം വെള്ളം കുടിക്കുക, നിർജ്ജലീകരണം ഒഴിവാക്കുക, കട്ടി കുറഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക, വിദ്യാർത്ഥികൾക്കായുള്ള അവധിക്കാല ക്ലാസ്സുകളും ക്യാമ്പുകളും നിർത്തിവെക്കുകയോ അല്ലെങ്കിൽ വേണ്ടത്ര സുരക്ഷ ഒരുക്കുകയോ ചെയ്യുക, വെയിലത്ത് ജോലി ചെയ്യുന്നവരുടെ സമയം ഒന്ന് ക്രമീകരിക്കുക, പക്ഷികൾക്കും മൃഗങ്ങൾക്കും കുടിക്കാൻ വെള്ളം ഉറപ്പാക്കി കൊടുക്കുക. കാരണം അവരും ഈ ഭൂമിയുടെ അവകാശികൾ തന്നെയാണ്. സൂര്യാഘാതമോ സൂര്യതാപമോ ഏറ്റാൽ ഒട്ടും വൈകാതെ വൈദ്യസഹായം തേടണം. ഇനി എപ്പോഴാണ് ഈ ചൂടിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കുക? ഏപ്രിൽ അവസാന വാരത്തിൽ കേരളത്തിൽ ചിലയിടങ്ങളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ചിലയിടങ്ങളിലൊക്കെ മഴ പെയ്യുന്നുണ്ട്. എങ്കിലും സൂപ്പർ എൽനിനോ കാരണം ജൂൺ മാസം ലഭിക്കേണ്ട മൺസൂൺ മഴയിൽ ഇത്തവണ കുറവുണ്ടായേക്കാം എന്നൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ ചൂട് വെറും ഒരു പ്രതിഭാസമല്ല, കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ വലിയൊരു മുന്നറിയിപ്പാണ്. വരും വർഷങ്ങളിൽ ഇത് ഇനിയും കൂടുമെന്നാണ് നമ്മുടെ ശാസ്ത്രജ്ഞർ പറയുന്നത്. അതുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കാനും ജലസ്രോതസ്സുകൾ നിലനിർത്താനും നമ്മൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല. എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക, സുരക്ഷിതരായിരിക്കുക. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക. ഏറ്റവും പുതിയ ഇൻഫോർമേറ്റീവായിട്ടുള്ള വാർത്തകൾക്കും പലവിധങ്ങളിലുള്ള അപ്ഡേറ്റുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.